പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെ, വേദപുസ്തകത്തിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 10-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യമാണ് നമ്മളിന്ന് ധ്യാന വിഷയമായിട്ട് എടുക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം അവിടെ എഴുതി വച്ചിരിക്കുന്നു: വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിൻ്റെ വചനം തന്നെ. ഒന്നുകൂടെ വായിക്കാം. വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിൻ്റെ വചനം തന്നെ. ദൈവവചനം നമ്മുടെ സമീപത്തുണ്ട്, ദൈവം നമ്മുടെ ചാരയുണ്ട് എന്ന് ഈ തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കാം. കുറച്ചും കൂടി റോമാലേഖനം 10:5 മുതൽ വായിക്കുകയാണെങ്കിൽ അത് ഇപ്രകാരമാണ്: എല്ലാവർക്കും രക്ഷ എന്നാണ് ഈ POC ടെക്സ്റ്റിൽ അതിൻ്റെ ഹെഡിങ് പറയുന്നത്. നിയമാധിഷ്ഠിതമായ നീതി പ്രവർത്തിക്കുന്നവർക്ക് അതുമൂലം ജീവൻ ലഭിക്കും എന്ന് മോശ എഴുതുന്നു. വിശ്വാസാധിഷ്ഠിതമായ നീതിയാകട്ടെ ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിനെ താഴേക്ക് കൊണ്ടുവരാൻ സ്വർഗത്തിലേക്ക് ആര് കയറും എന്ന് നീ പറയരുത്. അഥവാ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്താൻ പാതാളത്തിലേക്ക് ആർ ഇറങ്ങും എന്നും പറയരുത്. എന്നാൽ പിന്നെ എന്താണ് പറയുന്നത്? വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിൻ്റെ വചനം തന്നെ. ആകയാൽ യേശു കർത്താവാണെന്ന് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പൗലോസ് ശ്ലീഹ പറയുന്ന റോമാലേഖനത്തിൽ പറയുന്ന മനോഹരമായ ഒരു വേദവാക്യമാണത്. അതിൽ വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും ഹൃദയത്തിലും അതുണ്ട് എന്ന വചനമാണ് നമ്മുടെ ചിന്താവിഷയമായിട്ട് നമ്മൾ എടുക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം ഇല്ലാത്തൊരിടമില്ല. ദൈവം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു. പക്ഷെ നമുക്കത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു 1-ാമത്തെ അധ്യായത്തിൽ, കർത്താവിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു. ഈ ലോകം മുഴുവൻ ദൈവാത്മാവിനാൽ നിറഞ്ഞിരിക്കുകയാണ്. പിശാചിന് ആ കഴിവില്ല, പിശാചിന് സർവ്വവ്യാപിത്വമില്ല. നമ്മുടെ കർത്താവിനാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ദൈവം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും ഹൃദയത്തിലും അതുണ്ട് എന്നാണ് വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കിടപ്പ് രോഗികളായിട്ട് ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുന്ന അനേകം ആളുകളുണ്ട്. ഒരുപക്ഷെ അവർ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും: വിശേഷ ദിവസങ്ങളിൽ പോലും, ക്രിസ്മസിനോ ഈസ്റ്ററിനോ മറ്റു തിരുനാളിൻ്റെ അവസരങ്ങളിൽ പോലും പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല. അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമുകളിൽ കഴിയുന്ന ആളുകൾ, ഇവരൊക്കെ വലിയ പ്രയാസപ്പെടും. എനിക്ക് ദേവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിക്കുവാനോ പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളാനോ സാധിക്കുന്നില്ല. ഇങ്ങനെ സങ്കടപ്പെടുന്ന ധാരാളം ആളുകൾ ഒരുപക്ഷെ ഇന്ന് ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടാകും. കർത്താവ് നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയുന്നത് വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട് എന്നാണ് വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ട് ദേവാലയത്തിൽ പോകാൻ സാധിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ സാമീപ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ അടുക്കിലേക്ക് വരികയാണ്. പക്ഷെ നിനക്കത് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ ബൈബിൾ പറയുന്നു, വിശ്വസിക്കണം. കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ അടുക്കലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കണം. കർത്താവിനെ വിശ്വാസപൂർവ്വം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യണം. അങ്ങനെ സ്വാഗതം ചെയ്താൽ മാത്രമേ കർത്താവിനെ നിനക്ക് അനുഭവിക്കാൻ സാധിക്കൂ. ഒരു പ്രത്യേക സ്ഥലത്ത് പോയി ആരാധിച്ചതുകൊണ്ടോ ഒരു പ്രത്യേക പള്ളിയിൽ പോയി ആരാധന നടത്തുമ്പോൾ മാത്രമല്ല നമുക്ക് ആ ദൈവാനുഭവം ഉണ്ടാവുക. ഞാൻ പറയുന്നത് മറ്റൊരർത്ഥത്തിൽ ചിന്തിക്കാൻ പാടില്ല, ദേവാലയത്തിൽ പോകണ്ട എന്നുള്ളതല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ കർത്താവ് സമറിയക്കാരി സ്ത്രീയുമായിട്ട് സംസാരിക്കുമ്പോൾ ആ സ്ത്രീ യേശുവിനോട് പറയുന്നുണ്ട്: നിങ്ങൾ യഹൂദന്മാരൊക്കെ ആരാധന നടത്തിയത് ജെറുസലേം ദേവാലയത്തിൽ, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി. യേശു ആ സ്ത്രീയോട് പറഞ്ഞത് എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കുക. യേശു പറഞ്ഞ വാക്കാണ്. യേശു എന്ത് പറഞ്ഞു? അവിടെയല്ല ആരാധന, ഈ മലയിലുമല്ല ആരാധന, ആത്മാവിലും സത്യത്തിലും നിന്റെ ഉള്ളിൻ്റെ ഉള്ളിലാണ് ആരാധന നടത്തേണ്ടത്. അതുതന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. വചനം അഥവാ ക്രിസ്തു നിന്റെ സമീപത്തുണ്ട്. നീ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും, നീ ഒരു ക്രൈസ്തവ സഭയിൽപ്പെട്ട ആളാകണമെന്നില്ല, നീ മറ്റു മതത്തിൽപ്പെട്ട ആളാണെങ്കിലും, നീ ഇപ്പോൾ കിടപ്പ് രോഗിയായി കിടക്കുന്ന കട്ടിലിൽ ഇരുന്നു കൊണ്ട്, എൻ്റെ കർത്താവേ, ഈ പറഞ്ഞ തിരുവചനത്തിൽ നീ പറയുന്നത് നീ എനിക്ക് സമീപസ്ഥമാണ്, എൻ്റെ അധരത്തിലും ഹൃദയത്തിലും നീയുണ്ട് എന്നാണല്ലോ തിരുവചനം പറയുന്നത്. എൻ്റെ സമീപത്ത് നീ ഉണ്ടെന്നാണല്ലോ പറയുന്നത്.
അതുകൊണ്ട് വിശ്വാസപൂർവ്വം നീ ഒന്ന് യേശുവിനെ വിളിച്ചു നോക്കൂ. ഇപ്പോൾ തന്നെ യേശു നിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന അനുഭവം ഉണ്ടാവും. ഈ തിരുവചനം കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമ്മൾ പോവുകയല്ല, ദൈവം നമ്മുടെ അടുക്കലേക്ക് വരുന്നു. ദൈവം നമ്മെ തേടി വരുന്നു, നാം ദൈവത്തെ തേടി പോവുകയല്ല, ദൈവം നമ്മളെ അന്വേഷിച്ചു വരുന്നു. വേദപുസ്തകത്തിൽ അങ്ങനെയുള്ള ഒരു ദൈവത്തെയാണ് കാണുക, മനുഷ്യനെ അന്വേഷിച്ചിറങ്ങുന്ന ദൈവം. നമ്മളെല്ലാം ദൈവത്തെ തേടി നടക്കുന്നു എന്നാണ് കരുതിയത്. തെറ്റാണത്. ദൈവം നമ്മെ തേടി വരുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, യേശു പറഞ്ഞു, നിങ്ങൾ എന്നെയല്ല തിരഞ്ഞെടുത്ത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 15:16 നാം വായിക്കുന്നത്. ഇങ്ങനെ ദൈവം നമ്മുടെ അടുത്തേക്ക് വരുന്ന അനുഭവമുള്ള ധാരാളം വ്യക്തികളെ വേദപുസ്തകത്തിൽ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞ സമരിയാക്കാരി സ്ത്രീ യേശുവിനെ തേടി പോയതല്ല, യേശു ആ സ്ത്രീയെ തേടി വന്നതാണ്. ബൈബിളിലുള്ള ഏത് അപ്പോസ്തലന്മാരെ എടുത്താലും കർത്താവ് അവരെ കണ്ടുമുട്ടാൻ ഇടയാക്കുന്ന മനോഹരമായ സംഭവങ്ങൾ കാണാൻ പറ്റും. കർത്താവ് അവരെ അന്വേഷിച്ചിറങ്ങുന്ന സംഭവങ്ങൾ കാണാൻ പറ്റും. കാണാതെ പോയ ആടിൻ്റെ ഉപമയിലും കർത്താവ് അന്വേഷിച്ചിറങ്ങുന്നു. ദൈവം ഇങ്ങനെ നമ്മുടെ അടുക്കിലേക്ക് വരുന്ന ഒരു ചിത്രം പഴയ നിയമത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം കനാൻ നാട്ടിലേക്കുള്ള യാത്രയിൽ അവർക്ക് ഭക്ഷണത്തിനും വെള്ളത്തിനുമെല്ലാം ക്ഷാമമുണ്ടായ അവസരങ്ങളുണ്ടായി. ദൈവം അവരെ അത്ഭുതകരമായി ഇടപെട്ട് കാടപ്പക്ഷിയെ കൊടുത്ത അനുഭവമുണ്ട്, ശുദ്ധജലം കൊടുത്ത അനുഭവമുണ്ട്. അങ്ങനെ ഒരു അനുഭവം പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിന് വെള്ളം കിട്ടാതെ വന്നപ്പോൾ അവർ മോശയെ വിളിച്ചു പരാതി പറഞ്ഞു. ഞങ്ങൾക്ക് വെള്ളമില്ല എന്ന് പറഞ്ഞു പരാതി പറഞ്ഞപ്പോൾ മോശ കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. മോശയോട് അവർ പറഞ്ഞു, ഞങ്ങളുടെ കന്നുകാലികളും ഞങ്ങളുടെ ജീവിത പങ്കാളിയും കുഞ്ഞുങ്ങളെല്ലാം വെള്ളം കിട്ടാതെ മരിച്ചു പോകും, നീ എന്താണ് ഈ ചെയ്യുന്നത്? മോശ കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, ഞാൻ ആ പാറയുടെ മുകളിൽ നിൽക്കും, നിന്റെ കയ്യിലുള്ള വടിയെടുക്കണം, ആ പാറക്കിട്ട് അടിക്കണം, അടിക്കുമ്പോൾ ആ പാറയിൽ നിന്ന് വെള്ളം പൊട്ടി പുറപ്പെടും. സ്നേഹമുള്ളവരെ, മോശ അപ്രകാരം ചെയ്തപ്പോൾ പാറയിൽ നിന്ന് വെള്ളം, ശുദ്ധജലം കുടിക്കാനായിട്ട് പുറപ്പെട്ടു. കാരണം കർത്താവ് ആ പാറമേൽ നിൽക്കുന്നു. അടിക്കപ്പെട്ട പാറ സത്യത്തിൽ ക്രിസ്തു തന്നെയാണ്. അങ്ങനെ ജലമൊഴുകി. ഞാൻ ചിന്തിക്കുന്നത്, സ്നേഹമുള്ളവരെ, ഈ പാറയിൽ നിന്ന് ഇങ്ങനെ വെള്ളം പുറപ്പെട്ടു. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടിട്ട് ഇസ്രായേൽ ജനം, ലക്ഷക്കണക്കിന് ഇസ്രായേൽ ജനം എല്ലാവരും ഇങ്ങനെ തിക്കി തിരക്കി വന്ന് വെള്ളം കുടിച്ചിരിക്കുമോ? എങ്ങനെയായിരിക്കും ഇസ്രായേൽ ജനത്തിന് ആ വെള്ളം കിട്ടിയിട്ടുണ്ടാവുക? നമ്മുടെ നമ്മുടെ ഭാവന ഒന്ന് വികസിപ്പിച്ചാൽ, ഇതൊരു ചിത്രമാക്കി മാറ്റിയാൽ നമുക്ക് ആ വെള്ളമൊഴുകുന്നത്, പാറ പൊട്ടി വെള്ളമൊഴുകുന്നത് ഒന്ന് ഭാവനയിൽ കാണാൻ സാധിക്കണം. അത് വേദപുസ്തകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഈ പാറ പൊട്ടി വെള്ളമൊഴുകുന്നത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൈവവചനത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഭാഗം ഞാൻ എടുക്കുകയാണ്. 114-ാം സങ്കീർത്തനം 8-ാം വാക്യം. ആ സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ എന്നാണ്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ എന്തൊക്കെ സംഭവിച്ചു? അതിൻ്റെ അവസാന വാക്യം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവിടുന്ന് പാറയെ ജലാശയമാക്കി, തീക്കല്ലിനെ നീരുറവയാക്കി. പാറക്കിട്ട് അടിച്ചപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു ജലാശയമായി മാറി എന്ന് പറയുന്നു. അപ്പോൾ മോശ പാറയിൽ അടിച്ചപ്പോൾ, ദൈവം നിന്ന പാറയിൽ അടിച്ചപ്പോൾ വെള്ളം പൊട്ടി ഒഴുകി അതൊരു ജലാശയമായി മാറി. ഇങ്ങനെ ഒരു കുളമായി അല്ലെങ്കിൽ ജലാശയമായിരിക്കുന്ന ആ ജലാശയത്തിലേക്ക് ഇസ്രായേൽ ജനം, ഓരോ ഗോത്രങ്ങളും, റൂബൻ ഗോത്രവും അല്ലെങ്കിൽ പിന്നെ നഫ്താലിയുടെ ഗോത്രവും ഗാദ് ഗോത്രവും മനാസയുടെ ഗോത്രവും എല്ലാവരും ഇങ്ങനെ വന്ന് വെള്ളമെടുത്തു എന്നാണോ? അങ്ങനെ ആയിരിക്കുമോ? നമുക്കറിഞ്ഞുകൂടാ. എങ്ങനെയാണ് ആ മരുഭൂമിയിൽ സംഭവിച്ചത്? 10-30 ലക്ഷം ആളുകൾ എങ്ങനെയാണ് ഈ വെള്ളം കുടിച്ചത്? എല്ലാവരും വന്ന് ഇങ്ങനെ വെള്ളം കോരിക്കൊണ്ടുപോയോ? അപ്പോൾ പാറയിൽ അടിച്ചപ്പോൾ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ട് അതൊരു ജലാശയമായി എന്ന് 114-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എന്നാൽ സങ്കീർത്തനത്തിൽ കുറച്ചും കൂടി 105-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് പോകുമ്പോൾ, 105-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ 41-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 105-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 41-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ തിരുവചനം ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, അവിടുന്ന് പാറ തുറന്നു, വെള്ളം പൊട്ടിയൊഴുകി, അത് മരുഭൂമിയിലൂടെ നദി പോലെ പ്രവഹിച്ചു. അപ്പോൾ നേരത്തെ 114-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ പറഞ്ഞു, മോശ പാറമേലടിച്ചപ്പോൾ വെള്ളം പുറപ്പെട്ടു, ആ വെള്ളം ഒരു ജലാശയമായി മാറി എന്ന് പറഞ്ഞു. എന്നാൽ സങ്കീർത്തകൻ വീണ്ടും പറയുന്നു, 105-ാം സങ്കീർത്തനത്തിൽ 41-ാം വാക്യത്തിൽ പറയുന്നു, വെള്ളം അത് ജലാശയമായി മാറിയ വെള്ളം പിന്നെയും വെള്ളം നിറഞ്ഞപ്പോൾ അതൊരു നദി പോലെ ഒഴുകാൻ തുടങ്ങി. നോക്കൂ സ്നേഹമുള്ളവരെ, അതിമനോഹരമായ കാഴ്ച. മോശ പാറമേലടിച്ചപ്പോൾ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ട് ജലാശയമായി മാറി. അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ഇതാണ്, ജലാശയത്തിൽ നിന്ന് നദി പോലെ വെള്ളം പ്രവഹിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഏറെക്കുറെ ഇസ്രായേൽ ജനത്തിന്
ഇസ്രായേൽ ഗോത്രങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ, മരുഭൂമിയിൽ വിവിധ സ്ഥലങ്ങളിൽ പാർക്കുന്നു. പാറിൽ നിന്ന് പുറപ്പെട്ട വെള്ളം ജലാശയമായി മാറി. ജലാശയത്തിൽ നിന്ന് അതിങ്ങനെ ഒരു അരുവിയായിട്ട് അത് ഒഴുകി എന്നാണ് പറയുന്നത്. അത് പൊട്ടിയൊഴുകി മരുഭൂമിയിലൂടെ നദി പോലെ പ്രവഹിച്ചു എന്നാണ് POC ടെക്സ്റ്റിൽ പറയുന്നത്. ഒരു നദി പോലെ വെള്ളം പ്രവഹിക്കാൻ തുടങ്ങി. സ്നേഹമുള്ളവരെ, നദിയായിട്ട് മാറി കഴിയുമ്പോൾ ഇസ്രായേൽ ജനത്തിന് കുറച്ചുകൂടി പിന്നെ അവരുടെ അടുത്ത് നദി ഒഴുകിപ്പോകുന്നു. ആ നദിയുടെ അടുത്ത് ചെന്ന് ആ വെള്ളം കോരിയെടുത്താൽ മതി. എന്നാൽ ബൈബിൾ സൂക്ഷിച്ച് ഒന്നുകൂടെ വായിക്കുമ്പോൾ മറ്റൊരു സങ്കീർത്തനത്തിൽ 78-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ 78-ാമത്തെ സങ്കീർത്തനത്തിൽ അതിൻ്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ മനോഹരമായ ഒരു വചനം കാണാം. 78-ാം സങ്കീർത്തനം അതിൻ്റെ 15ഉം 16ഉം വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: പാറയിൽ നിന്ന് അവിടുന്ന് നീർച്ചാലൊഴുകി, ജലം നദി പോലെ ഒഴുകി. നീർച്ചാലുകൾ ഒഴുകി. നീർച്ചാലുകൾ ഒഴുകി എന്ന് പറഞ്ഞാൽ നദിയിൽ നിന്ന് ചെറിയ ചെറിയ കൈവഴികളായി അത് പിരിഞ്ഞ് നീർച്ചാലുകളായിട്ട് മാറി. ഇസ്രായേൽ ഗോത്രങ്ങൾ സമാഗമന കൂടാരത്തിന് ചുറ്റും ഓരോ കൂടാരങ്ങളിൽ താമസിക്കുന്നു. ആ കൂടാരങ്ങളുടെ അടുക്കിലേക്ക് ചെറിയ ചെറിയ നീർച്ചാലുകളായിട്ട് ഒഴുകി അവരുടെ വീട്ടുമുറ്റത്ത് വെള്ളം വന്നു. അങ്ങനെ നമുക്ക് ആ ചിത്രം എടുത്താൽ എത്ര മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ പാറമേൽ മോസസ് അടിച്ചപ്പോൾ പാറന്ന് വെള്ളം പൊട്ടിയൊഴുകി എന്നാണ് നമ്മൾ കാണുന്നത്. എന്നാൽ സെക്കൻഡ് സ്റ്റേജ് ആ ജലാശയമായി മാറിയത് നദി പോലെ ഒഴുകി എന്നാണ് 105-ാം സങ്കീർത്തനം 41-ാം വാക്യത്തിൽ കണ്ടത്. എന്നാൽ തേർഡ് സ്റ്റേജ് ആയപ്പോൾ 78-ാം സങ്കീർത്തനം 16 മുതൽ 16-ാമത്തെ വാക്യത്തിൽ നാം കണ്ടു ആ നദിയായത് ചെറിയ ചെറിയ പിന്നെ നീരുറവകളായി, ചെറിയ ചെറിയ കൈവഴികളായി അത് മാറി. ഇസ്രായേൽ ജനത്തിൻ്റെ ഓരോ ഭവനങ്ങളുടെ മുറ്റത്ത് അത് വന്നു നിന്നു എന്ന അത്ഭുതകരമായ കാഴ്ചയാണ് ഈ ജലാശയത്തിൻ്റെ സന്ദേശത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എങ്ങോ ഒരു പാറക്കിട്ട് അടിച്ചു, അവിടെ വെള്ളം പുറപ്പെട്ടു, അങ്ങനെ ഇസ്രായേൽ ജനം കുടിച്ചു എന്നുള്ളതല്ല. അവരുടെ വീട്ടുമുറ്റത്ത്, അവരുടെ സമീപത്ത് ആ കൃപയുടെ നീർച്ചാൽ ഒഴുകിയെത്തി. മകനെ, മകളെ, ഞാൻ ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുന്നത്, നീ കിടക്കുന്ന കിടക്കക്കരികിൽ, നീ ഇപ്പോൾ എവിടെയായിരിക്കുന്നു അവിടേക്ക് ദൈവത്തിൻ്റെ നീർച്ചാലുകൾ ഒഴുകി വരും. അതാണ് നേരത്തെ റോമാലേഖനത്തിൽ ഞാൻ സൂചിപ്പിച്ചത്, 10-ാമത്തെ അധ്യായത്തിൽ സൂചിപ്പിച്ചത്. വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിന്റെ അധരത്തിലുണ്ട്, അത് നിന്റെ ഹൃദയത്തിലുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെ. ക്രിസ്തു നിന്റെ സമീപത്തുണ്ട്. പക്ഷെ നീ എന്ത് ചെയ്യണം? നീ വിശ്വസിച്ച് കർത്താവിൻ്റെ ഈ നീർച്ചാലുകൾ നിന്റെ ചാരം വന്നു നിൽക്കുന്ന നീ മനസ്സിലാക്കി നീ വിശ്വാസപൂർവ്വം ക്രിസ്തുവിനെ സ്വീകരിക്കണം. അപ്പോഴാണ് ഈ കൃപയുടെ നീർച്ചാലുകൾ നിന്നിലേക്ക് പൊട്ടിപ്പുറപ്പെട്ട് നിന്നിൽ വന്ന് നിറയുന്ന അനുഭവം ഉണ്ടാവുക. സ്നേഹമുള്ളവരെ, അപ്പം അതുകൊണ്ട് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ചില മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ വിദൂരത്തിലാണ് ജോലി ചെയ്യുന്നത്, വിദൂരങ്ങളിൽ പഠിക്കാൻ പോയിരിക്കുന്നു, അവിടെ നീറുന്ന പല പ്രശ്നങ്ങൾ അവർക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്നു. ഇവിടെ അപ്പനും അമ്മയും കണ്ണീരൊഴുകി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം കർത്താവ് നൽകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മക്കളോട് പറയണം, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് ഈ പ്രസംഗിക്കുന്ന ഇത് സുവിശേഷ പ്രസംഗത്തിന്റെ മുമ്പിൽ ഇരുന്ന് തിരുവചനം ശ്രവിക്കണം. മാത്രമല്ല, കർത്താവിൻ്റെ നീർച്ചാലുകൾ നമ്മുടെ അടുക്കൽ വന്ന് നിൽക്കുന്നുണ്ട്. ആര് വിശ്വസിച്ച് ആ കൃപ സ്വീകരിക്കുന്നു, നീർച്ചാല് മുറ്റത്തൂടെ ഒഴുകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ടാപ്പ് നമ്മുടെ വീടിൻ്റെ അകത്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ടാപ്പ് തുറക്കണം, പാത്രത്തിൽ വെള്ളം ശേഖരിക്കണം എന്ന് പറയുന്ന പോലെ കൃപയുടെ നീർച്ചാലുകൾ നമ്മുടെ ചാരത്ത് വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ വിശ്വാസപൂർവ്വം അത് സ്വീകരിക്കുമ്പോൾ മാത്രമേ അയാൾക്ക് അത് അനുഭവവേദ്യമാകുകയുള്ളൂ. രക്തസ്രാവ സ്ത്രീ എങ്ങനെയാണ് സൗഖ്യം നേടിയെന്ന് വേദപുസ്തകത്തിൽ നാം മനസ്സിലാക്കുന്നുണ്ട്. എല്ലാവരും തിക്കിത്തിരക്കി പോവുകയായിരുന്നു. പക്ഷേ ഒരുവൾ മാത്രം വിശ്വാസപൂർവ്വം കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടു. അത് ശ്രദ്ധിച്ച് ഒന്ന് പഠിക്കുന്നതാണ്. അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. എന്താണ് വിചാരിച്ചിരുന്നത്? എൻ്റെ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഉള്ളിലെ വിചാരം വേറെ പലതുമാണ്. ഒരിക്കൽ ഒരു സഹോദരി പറഞ്ഞ ഒരു സംഭവം ഓർക്കുന്നു. ആ സഹോദരി എന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, എന്തിനു വേണ്ടിയിട്ടാണ് ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? എന്താണ് നിങ്ങളുടെ നിയോഗം? ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറാൻ. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, ഞാൻ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങളുടെ ഭർത്താവിൻ്റെ മദ്യപാനം മാറും. ആ സഹോദരി അതിന് മറുപടി പറഞ്ഞെന്താണെന്നോ? പിന്നെ നിങ്ങളല്ല ആര് പ്രാർത്ഥിച്ചാലും എൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെടുകയാണെങ്കിൽ കാക്ക മലർന്നു പറക്കും. ആ സ്ത്രീ പറഞ്ഞ മറുപടിയാണ്. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ഞാനിനി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയില്ല. കാരണം നിങ്ങളുടെ വിശ്വാസം തെറ്റായ ബോധ്യമാണ് നിങ്ങളുടെ അകത്ത്. ആ ബോധ്യം മാറ്റിയാൽ മാത്രമേ നിങ്ങളുടെ ഭർത്താവിൽ കർത്താവിൻ്റെ കൃപ പ്രവർത്തിക്കൂ. അത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ തലം ഉയരണം, വർദ്ധിക്കണം. എൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെടും, അദ്ദേഹം ക്രിസ്തുവിനെ അറിയുമെന്ന് നിങ്ങൾ ആദ്യം വിശ്വസിക്കണം, പിന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, കൃപയുടെ നീർച്ചാലുകൾ നമ്മുടെ അടുക്കൽ വന്നു നിൽക്കുന്നു. ഞാൻ വിശ്വസിച്ച് യേശുവിനെ സ്വീകരിക്കണം.
അങ്ങനെ സ്വീകരിക്കുമ്പോൾ അത്ഭുതം നടക്കും. അതാണ് ഇവിടെ തിരുവചനം പറയുന്നത്, വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലുമുണ്ട്. നീ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനത്ത് തന്നെ ഇരുന്ന്, അല്ലെങ്കിൽ കിടക്കുന്ന രോഗിയാണെങ്കിൽ അവിടെ കിടന്നുകൊണ്ട് നീ വിശ്വാസപൂർവ്വം ഇപ്പോൾ പ്രാർത്ഥിക്കണം. എൻ്റെ ചാരത്ത് നിൽക്കുന്ന കർത്താവേ, എൻ്റെ ഉള്ളത്തിലേക്ക് വരണമേ. മോശടിച്ച പാറന്നൊഴുകിയ വെള്ളം ജലാശയമായി മാറി, നദിയായി മാറി, നീർച്ചാലായിട്ട് മാറി, അവരുടെ വീട്ടുമുറ്റത്ത് വന്നപോലെ എൻ്റെ ഹൃദയവാതിൽക്കൽ നിൽക്കുന്ന കർത്താവേ, എൻ്റെ ഉള്ളത്തിലേക്ക് വരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം.